ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു വിങ്സ് അക്കാഡമി. നമ്മൾ 8ാം ക്ലാസ്സിൽ 6ാമത്തെ ചാപ്റ്റർ ന്യൂ നമ്പേഴ്സ് എന്ന ചാപ്റ്റർ ആണ് ഇന്ന് പഠിക്കാൻ പോണത്. അതായത് ഒരുപാട് വലിയ ചാപ്റ്റർ എന്നല്ല, ചെറിയ ചാപ്റ്റർ ആണ്. ആകെ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ 3 ടോപ്പിക് മാത്രം ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ കുറച്ച് ചോദ്യങ്ങളെ ആകെ ഇതിനകത്ത് ചെയ്യാനുള്ളൂ. അത് കുറച്ച് ചോദ്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മാർക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ 3 ടോപ്പിക്ക് ഇതിൽ പഠിക്കാനുള്ളൂ. ഭയങ്കര എളുപ്പമായിട്ടുള്ള പാഠമാണ്, എല്ലാവർക്കും കിട്ടുകയും ചെയ്യും. ഓക്കെ, ഞാൻ ഒരുപാട് സംസാരിച്ച് സമയം കളയാനുള്ള ഞാൻ ടോപ്പിക് പറയാം. ഏറ്റവും ആദ്യത്തെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അല്ലെ, കാൽക്കുലേറ്റ് ദി ഫോളോയിങ്. ഇത് കാൽക്കുലേറ്റ് ആണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ 4 - 9. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞുതരാം മക്കളെ, ഒന്ന് ശ്രദ്ധിച്ചതോട്ടോ. ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു കാര്യം ഞാൻ ചോദിക്കാണ്, എന്താണ് 9 - 4? അതെല്ലാവർക്കും അറിയും അല്ലെ. എന്താ 9 - 4? 9 - 4, 9ന്ന് 4 കുറച്ചാല് എത്രയാണെന്നാ ചോദിച്ചേക്കണം അല്ലെ. 9ൽ നിന്ന് 4 കുറച്ച് കഴിഞ്ഞാൽ 5 ആണ് ഉത്തരം അല്ലെ. ശരിയാണ്, അവിടെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇല്ല. അതേപോലെ തന്നെ നോക്കി, 10 - 5. 10ന്ന് 5 കുറച്ച് എത്രയാ? 5 അല്ലെ. അതുപോലെ നോക്കി, 16 - 10 എത്രയാ? 6. അപ്പൊ കുറയ്ക്കാൻ എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടത്തെ പ്രത്യേകത ഒന്ന് നോക്കിയാ മക്കളെ. ഇവിടെ ഈ ഒരു സൈഡിൽ നമ്മൾ എല്ലാ കാര്യം ചെയ്തേക്കണം, എന്താ, വലുതിന്നാണ് ചെറുത് കുറച്ചേക്കണം. അതായത് വലിയ നമ്പറിൽ നിന്നാണ് ചെറിയ നമ്പർ കുറച്ചേക്കണം, വലിയ അക്കത്തിൽ നിന്നാണ് ചെറിയ അക്കം കുറച്ചേക്കണം. അപ്പൊ അവിടെ വലിയ പ്രത്യേകത ഒന്നുമില്ല. പക്ഷേ ഇവിടെ നോക്കിയ മക്കളെ, ദേടാ, ഇതിനെ തന്നെ ഞാൻ 5 - 10. 5 - 10 കുറച്ച് പ്രത്യേകത ഉണ്ട്. അതായത് നമ്മൾ ഇവിടെ ചെയ്തത് വലുതിൽ നിന്നാണ് ചെറുത് കുറച്ചത് അല്ലെ. പക്ഷെ ഇവിടെ നോക്കി, ചെറുതിൽ നിന്നാണ് വലുത് കുറയ്ക്കാൻ പോണത്. അപ്പോ ഇതിന്റെ ഉത്തരത്തില് എന്തുണ്ടാവും? നെഗറ്റീവ് അല്ലെങ്കിൽ മൈനസ് ഉണ്ടാവും. ഓക്കെ, അപ്പോ ഇതിന്റെ ഉത്തരം 10ന്ന് 5 കുറച്ച 5 തന്നെയാണ്. പക്ഷേ ഉത്തരം എന്തായിരിക്കും? -5 ആയിരിക്കും. എന്തായിരിക്കും? -5. അതായത് ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുകയാണെങ്കിൽ ഉത്തരത്തിൽ എന്ത് കാണും? മൈനസ് കാണും. ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുകയാണെങ്കിൽ ഉത്തരത്തിൽ എന്ത് കാണും? മൈനസ് കാണും. പറഞ്ഞോണ്ട് നമ്മൾ ഏത് ചെയ്തു? 16 - 10 ചെയ്തിരുന്നു. അപ്പൊ ഞാൻ തിരിച്ചു ചെയ്യുമ്പോൾ 10 - 16. ഉത്തരം എഴുതാ. എന്താ, 16ൽ നിന്ന് 10 കുറച്ച് കഴിഞ്ഞാൽ 6 ഉത്തരം നമുക്കറിയാം അല്ലെ. ശരി, 6 ഉത്തരം എന്നറിയാം. പക്ഷെ എന്താ പ്രത്യേകത? ചെറുതിൽ നിന്നാണ് വലുത് കുറയ്ക്കുന്നത്. അപ്പൊ ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുമ്പോ ഉത്തരത്തിൽ എന്തുണ്ടാവും? മൈനസ് ഉണ്ടാവും അല്ലെ. അപ്പൊ -6. വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. ഒരെണ്ണോടും കാണിച്ചിട്ട് മറ്റൊരെണ്ണോടും കാണിച്ചിട്ട് കേട്ടോ. നോക്കിയ മക്കളെ, 17 - 3. ഓക്കെ, അതായത് 17ൽ നിന്ന് 3 കുറച്ചാല് 14 ആണ് ഉത്തരം അല്ലെ. 14. ഇതിനെ തിരിച്ചെഴുതാണ് 3 - 17. എത്രയായിരിക്കും ഉത്തരം? 17ൽ നിന്ന് 3 കുറച്ചാ 14. ഇവിടുത്തെ പ്രത്യേകത എന്താ? ചെറുതിൽ നിന്നാണ് വലുത് കുറയ്ക്കണത്. അപ്പൊ ഉത്തരത്തിൽ എന്ത് കാണും? മൈനസ് കാണും. ചെറുതിൽ നിന്ന് വലുത് കുറച്ചാൽ ഉത്തരത്തിൽ എന്ത് കാണും? മൈനസ് കാണും. ഓക്കെ, അപ്പൊ കുറച്ച് പ്രോബ്ലംസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. ഞാൻ ഒരു 2 എണ്ണം കാണിച്ചില്ല. ആദ്യത്തെ ഉത്തരം എഴുതാൻ പറ്റുമല്ലപ്പ. ആദ്യത്തെ ഉത്തരം 4 - 9. 4 - 9, അതായത് 9ൽ നിന്ന് 4 കുറച്ച് കഴിഞ്ഞാൽ 5. അപ്പൊ ചെറുതിൽ നിന്ന് വലുത് കുറച്ച് കഴിഞ്ഞാൽ ഉത്തരത്തിൽ എന്ത് കാണും? മൈനസ് ആണ്. ഉത്തരത്തിൽ എന്ത് കാണും? മൈനസ്. അതേപോലെ തന്നെ അടുത്ത് നോക്കിയ മക്കളെ, 29ൽ നിന്ന് 14 കുറച്ച് കഴിഞ്ഞാൽ 29ൽ നിന്ന് 14 കുറച്ച് കഴിഞ്ഞാൽ 15 കിട്ടും. 15 ശരിയല്ലേ. പക്ഷേ ചെറുതിൽ നിന്നാണ് വലുത് കുറയ്ക്കണത്. അപ്പൊ ഉത്തരത്തിൽ എന്ത് കാണും? മൈനസ് കാണും. ഇത് കുറച്ച് എഴുതാം. എങ്ങനാ? 29 - 14. 9ൽ 4 കുറച്ച് 5, 2ൽ 1 കുറച്ച് 1. അപ്പോ 15 ആണ് ഉത്തരം. അന്ന് കുറയ്ക്കുമ്പോ എങ്ങനെയും കുറയ്ക്കാം. ഉത്തരത്തിൽ എന്തിട്ട് കൊടുത്താൽ മതി? മൈനസ് ഇട്ട് കൊടുത്താൽ മതി. അതായത് ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുകയാണെങ്കിൽ ഉത്തരത്തിൽ എന്ത് കാണും? മൈനസ് ആണ്. ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുകയാണെങ്കിൽ ഉത്തരത്തിൽ മൈനസ് ഉണ്ടാവും കേട്ടോ. ഇനി ഇതിന് ഉത്തരം പറയാൻ പറ്റുമല്ലോ. 10 - 5 5.
പക്ഷെ ചെറുതിൽ നിന്നാണ് വലുത് കുറയ്ക്കണത്. അപ്പൊ ഉത്തരത്തിൽ എന്ത് കാണും? മൈനസ് ഉണ്ടാവും. അപ്പൊ എന്താ? -5. ഇനി നോക്കിയ മക്കളെ, ദേ 65 മൈനസ് 25. 65 മൈനസ് 25 എത്രയാ? 40 ആണ്. 40. 65 25 കുറച്ച 40. അപ്പോ 25 മൈനസ് 65 അവിടെ എഴുതിയേക്കണത്. അപ്പോ ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുകയാണെങ്കിൽ ഉത്തരത്തിൽ എന്തുണ്ടാവും? മൈനസ് ഉണ്ടാവും. അപ്പൊ -40. വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലല്ലോ അല്ലെ? എല്ലാം ചെയ്തു പോയി. പക്ഷേ ഇനി അങ്ങോട്ട് നോക്കിയ മക്കളെ, ഇനി അങ്ങോട്ട് നോക്കിയാടേ 1/4 ഫ്രാക്ഷൻ. ദേ 1/3 മൈനസ് 3/4. ഫ്രാക്ഷനില് മൈനസ് വന്നു കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യണം അല്ലെ? അതായത് 1 × 4 മുകളിലുള്ള ആളെയും താഴെ ഉള്ള ആളെയും ഗുണിക്കണം കേട്ടോ. അപ്പൊ 1 × 4. നടുക്കത്തെ ചിഹ്നം ഏതാണോ? മൈനസ് ആണെങ്കിൽ മൈനസ് ഇടാ, പ്ലസ് ആണെങ്കിൽ പ്ലസ് ഇടാ. മൈനസ് 3 × 3 അല്ലെ? 3 × 3 ക്രോസ് ആയിട്ട് ഗുണിക്കാം. 1ഉം 4ഉം ഗുണിക്കാം. നടുക്കത്തെ ചിഹ്നം മൈനസ് ആണെങ്കിൽ മൈനസ് ഇടാ. 3 × 3 ഡിവൈഡഡ് ബൈ ഈ താഴെയുള്ള രണ്ട് നമ്പേഴ്സിനെയും ഗുണിക്കാം. അതായത് 3 × 4. 1 × 4 4 മൈനസ് 3 × 3 9. ഓക്കെ, ബൈ 3 × 4 12 ഈക്വൽ ടു 9ൽ നിന്ന് 4 കുറച്ച് കഴിഞ്ഞാൽ 5. അപ്പൊ എന്താ? 5/12 -5/12. ഇനി മൈനസ് 1. 4 ൽ നിന്ന് 9 കുറച്ച് കഴിഞ്ഞാൽ എന്താ? 4 ൽ നിന്ന് 9 കുറച്ച് കഴിഞ്ഞാൽ 9 4 കുറച്ച് 5. അപ്പൊ ചെറുതീന്ന് വലുത് കുറയ്ക്കുമ്പോൾ എന്തുണ്ടാവും? ഉത്തരത്തില് മൈനസ് ഉണ്ടാവും. അപ്പൊ -5/2. ഇങ്ങനെയാണെങ്കിൽ മക്കൾ ഹോംവർക്ക് ആയിട്ട് 1/3 മൈനസ് 1/2 ചെയ്തിട്ട് നോക്കണം കേട്ടാ. ഇതേപോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി അടുത്തൊരു മെത്തേഡ് നോക്കാം കേട്ടോ. ഇവിടെ -x + y ഈക്വൽ ടു y minus x for all positive numbers x and y. നോക്കിയേ മക്കളെ, -x + y നമ്പേഴ്സ് വെച്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നോക്കി, -2 + 4 -2 + 4 വ്യത്യസ്ത ചിഹ്നങ്ങൾ വരുമ്പോ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം, വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം. അപ്പൊ 4 വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാൻ ഞാൻ പറഞ്ഞു അല്ലെ? വ്യത്യസ്ത സൈൻസ് സിമ്പിൾസ്, അതായത് പ്ലസും മൈനസും വരുമ്പോ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. എത്രയാ? 2. വലുതിന്റെ ചിഹ്നം എത്ര? വലിയ നമ്പറിന്റെ ചിഹ്നം പ്ലസ്. പ്ലസ് ഇട്ട കാര്യം ഉണ്ടാ? ഇല്ല അല്ലെ? ഇതേ ഓരോന്നും കണ്ടോട്ടാ. -10 + 5 വ്യത്യസ്ത ചിഹ്നം വരുമ്പോ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം. ഇവിടെ വലുതാരാ? വലുതിൽ നിന്ന് 10 മൈനസ് ചെറുത് കുറയ്ക്കുന്നു. അപ്പൊ 5. വലുതിന്റെ വലിയ നമ്പറിന്റെ ചിഹ്നം അല്ലെ? സൈൻ എത്രയാ? വലിയ നമ്പറുടെ ആരാ? 10. 10ന്റെ ചിഹ്നം മൈനസ്. അപ്പൊ അത് എത്ര? -5. വേറെ നോക്കി, -20 + 10 വലുതിൽ നിന്ന് ചെറുത് കുറച്ച് എത്രയാ? 10. വലുതിന്റെ ചിഹ്നം മൈനസ്. അപ്പൊ എന്താ? -10. ഓക്കെ, ഇനി നോക്കി ഓരോടി. -50 + 25 എന്തായിരിക്കും? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാം. അപ്പൊ 50 - 25 ഈക്വൽ ടു 25. വലിയ നമ്പറിന്റെ ചിഹ്നം മൈനസ്. -25. ഇവിടെ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, അതായത് കുറച്ച് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. ആദ്യത്തത് -4 + 9 അല്ലെ? അപ്പോ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാം. വലുതാരാ? 9. 9 ൽ 4 കുറച്ചാൽ 5. വലുതിന്റെ ചിഹ്നം പ്ലസ് ആണ് അല്ലെ? അപ്പൊ എന്തായിരിക്കും ഉത്തരം? 5 ആണ് ഉത്തരം. ഇനി നോക്കി, -9 + 4 -9 + 4 ഇതുപോലെ തന്നെ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാം. 9ൽ നിന്ന് 4 കുറച്ചാൽ 5. വലുതിന്റെ ചിഹ്നം ഇടാൻ പറയും. ഇവിടെ വലിയ നമ്പർ ആരാ? 9ന്റെ ഒപ്പമുള്ളതാണ് ഈ വലിയ നമ്പർ. അതിന്റെ ചിഹ്നം മൈനസ്. അപ്പൊ -5. ഓക്കെ, ഇനി അടുത്ത് നോക്കിയ മക്കളെ,
-15 + 8 -15 + 8. അപ്പൊ വ്യത്യസ്ത ചിഹ്നം വന്നു കഴിഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന് ഇനം. ഇവിടെ വലുത് ആരാ? 15. അപ്പോ 15ന്ന് 8 കുറച്ച് കഴിഞ്ഞാൽ 7 ആണ് ഉത്തരം കിട്ടുക. 7 അല്ലെ? 7. അപ്പോ ഇതിന്റെ വലിയ നമ്പർ ആരാ? 15 ആണ്. അപ്പൊ 15ന് ചിഹ്നം നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ -15. ഓക്കെ, ഇനി നോക്കി -8 + 15 -8 + 15 സെയിം സാധനം തന്നെ. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്. അപ്പൊ വലുത് ആരാ? 15 ആണ് വലുത്. അപ്പൊ 15ന്ന് 8 കുറച്ച് കഴിഞ്ഞാൽ 7. വലുതിന്റെ ചിഹ്നം 15 നമ്പർ വലുത് അല്ലെ? അപ്പൊ വലുതിന്റെ ഒപ്പമുള്ള ചിഹ്നം ആരാ? പ്ലസ് അല്ലേ? അപ്പൊ എന്താ പ്ലസ് ഇടുന്ന കാര്യം ഉണ്ടാ? ഇല്ല. ഇനി ഫ്രാക്ഷൻ നോക്കിയ മക്കളെ. ഫ്രാക്ഷൻ ശ്രദ്ധിച്ചോട്ടാ. -1/2 + 3/4 അല്ലെ? അപ്പോ ഇതെങ്ങനെ ചെയ്യാം മക്കളെ? വ്യത്യസ്ത ചിഹ്നം വന്നു കഴിഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം അല്ലെ? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം. ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം. ഓക്കെ, അപ്പോ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കട്ടെ മക്കളെ. ഇവിടെ നോക്കി -1 × 4 ഇതാദ്യം ചെയ്യാം. ശേഷം പ്ലസ് ഇത് ചെയ്യുമ്പോൾ എന്താ? 3 × 2 / 2 × 4. അപ്പോ -1 × 4 എന്ന് പറഞ്ഞാൽ -4 + 6/8. -4 + 6. വ്യത്യസ്ത ചിഹ്നം വരുമ്പോ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന് ചിഹ്നം. 6ന്ന് 4 കുറച്ചാ 2. വലുതിന്റെ ചിഹ്നം 6 അല്ലേ? വലുത് ചിഹ്നം എന്താ? പ്ലസ് തന്നെ /8. ഇതിന് ഇനിയും വേണമെങ്കിൽ ചെറുതാക്കാട്ടാ. ഇതിനെ എഴുതാം 1/4 എന്ന് എഴുതാം. 1/4 എന്ന് എഴുതാം. ഇത് എഴുതിയാലും ശരി തന്നെയാണ്. ഇവിടം വരെ എത്തിയാലും ശരി തന്നെയാണ്. ഇവിടെ നോക്കി -1 × 4 -4 ഗുണിക്കുമ്പോ ഒരു നമ്പറിന്റെ അടുത്ത് മാത്രം നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഉത്തരത്തിൽ എന്ത് കാണും? നെഗറ്റീവ് ആണ്. നോക്കി -2 × 4 2 × 4 8. ഒരു നമ്പറിനെ അടുത്ത് ഗുണിക്കുമ്പോ മൈനസ് ഉണ്ടെങ്കിൽ ഉത്തരത്തിൽ എന്ത് കാണും? നെഗറ്റീവ് ആണ്. -3 × 3 = 3 × 3 9. ഒരു നമ്പറിന്റെ അടുത്ത് നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഉത്തരത്തിൽ എന്ത് കാണും? നെഗറ്റീവ് ഉണ്ടാവും. ഇവിടെ നോക്കി -1 × -4 ഗുണിക്കുമ്പോ രണ്ട് നമ്പറിന്റെ അടുത്ത് നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഉത്തരത്തിൽ എന്ത് കാണില്ല? നെഗറ്റീവ് കാണില്ല. നെഗറ്റീവ് എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. അപ്പൊ -2 × -4 എന്തായിരിക്കും? നെഗറ്റീവ് ക്യാൻസൽ ആയി പോയി 8. ഓക്കെ, ഇത് ശ്രദ്ധിക്കണോണ്ടാ. ഇത് -3/4 + 1/2 നിങ്ങൾക്കുള്ള ഹോംവർക്ക് ആണ്. ചെയ്ത് നോക്കണോട്ടാ കേട്ടാ. ഒരെണ്ണം ഞാൻ ചെയ്ത് കാണിച്ചെന്ന് മറ്റെന്ത് ചെയ്യണം? ഹോംവർക്ക് കഴിയണം. അപ്പൊ ആദ്യം പഠിച്ചത് എന്താ? ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുമോ, അതായത് ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുകയാണെങ്കിൽ ഉത്തരത്തിൽ എന്ത് കാണും? മൈനസ് ആണ്. ഇതെന്താ? വ്യത്യസ്ത ചിഹ്നങ്ങൾ വരുമ്പോ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്. ഇനി ഒരെണ്ണം കൂടി ഉള്ളൂ കേട്ടോ, അവസാനത്തെയും കൂടി ഉള്ളേ. ഓക്കെ, -1 -2 നോക്കി -x - y = -x + y for any two positive numbers x and y. രണ്ട് ടേമിലും മൈനസ് വെച്ച് പറയണെങ്കിൽ കൂട്ടിയിട്ട് അതേ ചിഹ്നം, അതായത് 1നെയും 2നെയും കൂട്ടാം. 3 ഇതിന്റെ ചിഹ്നം മൈനസ്. അതായത് നോക്കിയേ -4 -4 = 4 4 കൂട്ടിക്കഴിഞ്ഞാൽ 8. അതേ ചിഹ്നം ഇട്ട് കൊടുക്കുക. -8 -5 എത്രയാ? -10 കൂട്ടിയിട്ട് അതേ ചിഹ്നം. -20 -20 20 20 40 അതേ ചിഹ്നം എന്ന് പറയുമ്പോ -40. -30 -30 എത്രയാ? -60 കൂട്ടിയിട്ട് അതേ ചിഹ്നം. നോക്കി -15 = എത്രയാ? -30 കൂട്ടിയിട്ട് അതേ ചിഹ്നം കൊടുക്കുക. കൂട്ടിയിട്ട് അതേ ചിഹ്നം. നോക്കിയെന്നാ -3 -1 എത്രയാ? -4 കൂട്ടാ
-7 -8. അപ്പൊ 8ഉം 7ഉം കൂട്ടിക്കഴിഞ്ഞാൽ 15. അപ്പൊ എന്ത് 15 ആയിരിക്കും? -15. ഓക്കെ. ബാക്കി എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്കുള്ള ഹോംവർക്ക് ആണ്. അതായത് 8 - 12 നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. -9 + 4 അല്ലെ, -1 - 1 -10 - 4 -10 + 20. ഇതൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. ഇതൊക്കെ ഹോംവർക്ക് ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കണം. ഇതിന്റെ എല്ലാത്തിന്റെയും തൊട്ട് മുമ്പിലൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് നോക്കിയേ. -25 -25 കൂട്ടിയിട്ട് അതേ ചിഹ്നം. 25ഉം 25ഉം കൂട്ടിക്കഴിഞ്ഞാൽ 50. അതേ ചിഹ്നം എന്ന് പറയുമ്പോൾ -50. ഓക്കെ, അപ്പോ എളുപ്പമാണ് ഈ പാഠം. കുറച്ച് ഇത്രയും പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ എല്ലാവരും കറക്റ്റ് ആയിട്ട് ഹോംവർക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.